Hi all, welcome back to my channel Microbiology Noor Microtech. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് അഫിനിറ്റി ക്രോമറ്റോഗ്രഫി. ഓക്കെ, അഫിനിറ്റി ക്രോമറ്റോഗ്രഫിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ ഒരു അഫിനിറ്റി ക്രോമറ്റോഗ്രാഫിയുടെ സെപ്പറേഷൻ എന്ന് പറയുന്നത് ബേസ് ചെയ്തിട്ടുള്ളത് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാക്രോ മോളിക്യൂൾസ് ആണ്. അതുപോലെ ഇതൊരു ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. അതായത് ഇവിടുത്തെ സെപ്പറേഷൻ ഓഫ് ദി സാമ്പിൾ കോമ്പോണൻസ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ബയോളജിക്കൽ അഫിനിറ്റി ടുവാർഡ്സ് ദ ലിഗൻഡ് ദാറ്റ് ആർ ഇമ്മൊബിലൈസ്ഡ് ഇൻ എ സ്റ്റേഷനറി ഫേസ്. അതായത് നമുക്കറിയാം, ഒരു ക്രോമറ്റോഗ്രാഫി ടെക്നിക്കിലാണെങ്കിൽ ഒരു മൊബൈൽ ഫേസ് ഉണ്ടായിരിക്കും, അതുപോലെ ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ടായിരിക്കും. ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത് കോളമാണ്, അഫിനിറ്റി ക്രോമറ്റോഗ്രഫി കണ്ടക്ട് ചെയ്യുന്ന കോളം. ആ കോളത്തിൽ ഇമ്മൊബിലൈസ് ചെയ്തിട്ടുള്ളൊരു ലിഗൻഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലിഗൻഡിനോടുള്ള മാക്രോ മോളിക്യൂൾസിൻ്റെ ബയോളജിക്കൽ എഫിനിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ ഓഫ് ദ സാമ്പിൾ കോമ്പോണൻസ് ഒക്കർ ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്, അതായത് നമുക്ക് സപ്പോസ് ചെയ്യാം, അതായത് ഒരു എൻസൈം ആണ് നമ്മൾക്ക് പ്യൂരിഫൈ ചെയ്യേണ്ടത്. Let us suppose that an enzyme is to be purified from a mixture of thousands of proteins. അതായത് ഒരു thousands of proteins ഉള്ള ഒരു മിക്സ്ചറിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു എൻസൈമിനാണ് പ്യൂരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ എൻസൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, എൻസൈം എപ്പോഴും ബൈൻഡ് ചെയ്യുന്നതും റിയാക്ട് ചെയ്യുന്നതും ഓൺലി വിത്ത് എ ഗ്രൂപ്പ് ഓഫ് സബ്സ്ട്രേറ്റ് ആണ്, ആൻഡ് ദേ വിൽ നോട്ട് റിയാക്ട് വിത്ത് അതേഴ്സ് എന്നും നമുക്കറിയാം. അപ്പോൾ എൻസൈം എപ്പോഴും എന്താണ് സബ്സ്ട്രേറ്റുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്, സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ്. ആ ഒരു ബൈൻഡിങ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കും. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ടല്ലോ, അതാണ് പറയുന്നത്. അപ്പോൾ ഇത് മിക്സ്ചർ ഓഫ് ദ പ്രോട്ടീൻ കണ്ടെയ്നിങ് ദ എൻസൈം ടു ബി പ്യൂരിഫൈഡ്, അതായത് നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ പോകുന്ന എൻസൈമിനെ കണ്ടെയ്ൻ ചെയ്യുന്ന മിക്സ്ചർ ഓഫ് പ്രോട്ടീൻ ഇസ് അലൗഡ് ടു പെർക്കുലേറ്റ് ത്രൂ സച്ച് എ കോളം. അത്തരത്തിലൊരു കോളത്തിലൂടെ നമ്മൾ അതിനെ പെർക്കുലേറ്റ് ചെയ്യാണ്. Then it's allowed to percolate through such a column. Only the desired enzyme which is capable of binding specifically to the immobilized ligand will be retarded by the matrix. അതായത് ഇവിടെ പറയുന്നത്, നമ്മൾ ഒരു തൗസൻഡ്സ് ഓഫ് പ്രോട്ടീൻ മിക്സ്ചേഴ്സ് ഉണ്ടാവും. അതായത് ഒരു മിക്സ്ചർ ഓഫ് തൗസൻഡ്സ് ഓഫ് പ്രോട്ടീൻസ് ഉള്ള ഒരു മിക്സ്ചർ, അതിൽ നമ്മൾക്ക് വേണ്ട എൻസൈം ഉണ്ട്, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള എൻസൈം ഉണ്ട്. അതിൽ നമ്മൾ ആ കോളത്തിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഡിസൈഡ് ആയിട്ടുള്ള എൻസൈം വന്നിട്ട് സ്പെസിഫിക്കലി ആ കോളത്തിൽ ഓൾറെഡി ഉള്ള ലിഗൻഡുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഡിസൈഡ് ആയിട്ടുള്ള എൻസൈം എന്ത് ചെയ്തു, ആ ലിഗൻഡുമായിട്ട് ബൈൻഡ് ചെയ്തു. ബാക്കി അൺവാണ്ടഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഒക്കെ പുറത്തോട്ട് വാഷ് ചെയ്ത് പോകുന്നു. ഓക്കെ, അതായത് ആ ലിഗൻഡിലോട്ട് വന്നിട്ട് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള എൻസൈം വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ബൈൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ആണ് ആൻഡ് ഇറ്റ് ഈസ് റിവേഴ്സിബിൾ. ഓക്കെ, ആ കോളത്തിലുള്ള സപ്പോർട്ടിങ് മെട്രിക്സിലുള്ള ലിഗൻഡിൽ വന്നിട്ട് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള മോളിക്യൂൾ ഓഫ് ഇൻട്രസ്റ്റ്, അതായത് എൻസൈം വന്ന് ബൈൻഡ് ചെയ്തു. All other molecules which have no specificity for the ligand will pass down out of the column. ബാക്കിയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഒക്കെ എന്ത് ചെയ്തു, വാഷ്ഡ് away. Then after all the undecided components have been flushed out of the column, the conditions of the wash solutions are altered so that the enzyme dissociate from the ligand and elute from the column. അതായത് നമ്മൾ പറഞ്ഞു ലിഗൻഡുമായിട്ട് ഡിസൈഡ് ആയിട്ടുള്ള മോളിക്യൂൾ ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഫോർ എക്സാമ്പിൾ എൻസൈം ആണ്. എൻസൈം വന്ന് ബൈൻഡ് ചെയ്തു, അപ്പോൾ നമ്മൾക്ക് എന്തുണ്ട്, അവിടെ ലിഗൻഡും എൻസൈമും കൂടി ബൈൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അവിടുത്തെ കണ്ടീഷൻസിനൊക്കെ ഓൾട്ടർ ചെയ്യുന്ന സമയത്ത് ആ എൻസൈം എന്ത് ചെയ്യുന്നു, ലിഗൻഡിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്തിട്ട് പോരുന്നു, അതായത് എല്യൂട്ട് ചെയ്യുന്നു ഫ്രം ദി കോളം. ഇത്രയുമാണ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഈ പ്രിൻസിപ്പിളിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാനൊരു പിക്ചറൈസ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ കോളം. ഫസ്റ്റ് പിക്ചർ നോക്കൂ കേട്ടോ, ഫസ്റ്റ് പിക്ചർ നോക്കൂ, ഡയഗ്രാം നോക്കൂ. ഇതാണ് കോളം എന്ന് പറയുന്നത്. അതിലിതാ മെട്രിക്സ് അതാ, ലിഗൻഡ് അതാ. ഓക്കെ, ഇതാണ് കോളം എന്ന് പറയുന്നത്. മെട്രിക്സ് ഉണ്ട് ഇവിടെ, ലിഗൻഡ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇനി ഇതാണ് സാമ്പിൾ. നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് ഡിഫറെന്റ് മോളിക്യൂൾ ഉള്ള സാമ്പിൾ ആണിത്. ഈ സാമ്പിളിന് നമ്മൾ ഇറ്റ്സ് അലൗഡ് ടു പെർക്കുലേറ്റ് ത്രൂ ദി അഫിനിറ്റി കോളം. അഫിനിറ്റി കോളത്തിലൂടെ അത് നമ്മൾ താഴത്തോട്ട് പാസ് ചെയ്യുന്ന സമയത്ത്, ഇതിനെങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത്
നമുക്ക് ആവശ്യമായിട്ടുള്ള മോളിക്യൂൾ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനോട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലിഗൻഡിനെയാണ് നമ്മൾ ഈ ഒരു കോളത്തിലുള്ള മെട്രിക്സിൽ നമ്മൾ വെച്ചിട്ടുള്ള ലിഗൻഡ്. ഇതിനോട് സ്പെസിഫിക് ആണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ പിക്ചറിൽ കണ്ടോ, ഓൺലി ദ മോളിക്യൂൾ ദാറ്റ് ഹാസ് സ്പെസിഫിക് അഫിനിറ്റി ഫോർ ദ ലിഗൻഡ് ബൈൻഡ് എന്ന് പറഞ്ഞു. ഫോർ ദ ലിഗൻഡ് ബൈൻഡ്സ്. ഓക്കെ, അതായത് ലിഗൻഡിനോട് സ്പെസിഫിക് ആയിട്ടുള്ള ഈ മോളിക്യൂൾ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു മോളിക്യൂൾ മാത്രം അവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നു. Only the molecule that has specific affinity for the ligand binds the ligand. ലിഗൻഡുമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള അഫിനിറ്റി ഉള്ള ആ മോളിക്യൂൾ മാത്രം ബൈൻഡ് ചെയ്യുന്നു. മറ്റുള്ള സാമ്പിളിലുള്ള മോളിക്യൂൾസ് കണ്ടോ, ബൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവർക്കൊന്നും അതുമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള അഫിനിറ്റി ഇല്ല. ഓക്കെ, ദെൻ അതിനുശേഷം മൂന്നാമത്തെ പിക്ചറിൽ കണ്ടോ, അത് മാത്രം ബൈൻഡ് ചെയ്തു. അതിനുശേഷം അതർ മോളിക്യൂൾസ് ആർ വാഷ്ഡ് എവേ. കണ്ടോ, അതർ മോളിക്യൂൾസ് ഒക്കെ പുറത്തോട്ട് വാഷ് ചെയ്ത് പോയി. ഇനി നമ്മൾക്ക് ഈ മോളിക്യൂൾ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ലിഗൻഡുമായിട്ട് ബൈൻഡ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി എന്ത് വേണം, ഈ മോളിക്യൂൾ ഓഫ് ഇൻട്രസ്റ്റിനെ ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കിട്ടണം. ടു റിമൂവ് ദ മോളിക്യൂൾ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബഫർ വിത്ത് pH ഓർ അയണിക് സ്ട്രെങ്ത്. നമ്മൾ അതിനെ ബഫർ ചെയ്യുന്ന സമയത്ത്, അതാണ് 4th വണ്ണിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, അതാണ് നമ്മൾ അവിടെ പ്രിൻസിപ്പളിൽ പറഞ്ഞു, നമ്മുടെ വാഷ് സൊല്യൂഷന്റെ കണ്ടീഷൻസ് നമ്മൾ ഓൾട്ടർ ചെയ്യുന്നു. അതായത് ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ ഇതിനെ ബഫർ വിത്ത് pH ഓർ അയണിക് സ്ട്രെങ്ത്. അപ്പോൾ എന്ത് സംഭവിച്ചു, ലിഗൻഡിൽ നിന്ന് അത് സെപ്പറേറ്റ് ചെയ്ത് പുറത്തോട്ട് വന്നു. പ്യൂരിഫൈഡ് മോളിക്യൂൾ ഓഫ് ഇൻട്രസ്റ്റ് നമുക്കിവിടെ കിട്ടി. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു മെത്തേഡാണ് പറയുന്നത്. അവിടെ നമ്മൾക്ക് ഇപ്പോൾ ഇതാ മോളിക്യൂൾ ഓഫ് ഇൻട്രസ്റ്റ് ലിഗൻഡുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നു. നമുക്കൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഹിബിറ്ററിന് അവിടെ യൂസ് ചെയ്യാം. കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ വന്നു കഴിഞ്ഞാൽ ഈ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ആണ് എന്ത് ചെയ്യുക, മോളിക്യൂൾ ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത്. കണ്ടില്ലേ? ദെൻ നമ്മൾ ഡയാലിസിസ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ pH ഓർ അയണിക് സ്ട്രെങ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്ററിനെയും ദ മോളിക്യൂൾ ഓഫ് ഇൻട്രസ്റ്റിനെയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നു. ദ മോളിക്യൂൾ ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ഓൾസോ ബി ഡിറ്റാച്ച്ഡ് ഫ്രം ദ ലിഗൻഡ് ബൈ യൂസിങ് എ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ. ഓക്കെ, ഇപ്പോൾ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കറക്റ്റായിട്ട്. ഓക്കെ, ഇതാ സെയിം തന്നെയാണ് ഇതിലും പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു പ്രോട്ടീൻ മിക്സ്ചർ ആണ് എടുക്കുന്നത്. പ്രോട്ടീൻ മിക്സ്ചർ ലെയർഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി കോളം. ദെൻ ഇമ്മൊബിലൈസ്ഡ് ആയിട്ടുള്ള ലിഗൻഡ് ഈ കോളത്തിൽ ഉണ്ടായിരിക്കും. ദെൻ പ്രോട്ടീൻ നോട്ട് സ്പെസിഫിക് ഫോർ ദ ലിഗൻഡ് എന്ത് ചെയ്യുന്നു, എല്യൂട്ട് ചെയ്ത് പോണു. അതായത് ലിഗൻഡിനോട് സ്പെസിഫിസിറ്റി ഇല്ലാത്ത പ്രോട്ടീൻസ് ഒക്കെ എല്യൂട്ട് ചെയ്ത് പോകുന്നു. ദെൻ അതിനുശേഷം ഇവിടെ ലിഗൻഡിനോട് സ്പെസിഫിക് ആയിട്ടുള്ള മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചേഞ്ചിങ് ദ കോമ്പോസിഷൻ ഓഫ് ദി എല്യൂട്ടിംഗ് ബഫർ ഡിസൈഡ് ആയിട്ടുള്ള പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു, എല്യൂട്ട് ചെയ്ത് വരുന്നു. സെയിം തന്നെയാണ് ഈ പിക്ചറിലും പറഞ്ഞിട്ടുള്ളത്. ഇതാണ് മാട്രിക്സ്, ഇമ്മൊബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലിഗൻഡ്. ഈ മാട്രിക്സിന്റെ ലിഗൻഡിന്റെ ഇടയിൽ ഒരു സ്പേസർ ആം ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഇനി വരുന്ന സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ എൻസൈം ആണ് ഇവിടെ നമ്മുടെ മോളിക്യൂൾ ഓഫ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നു, ഒരുമിച്ച് ബൈൻഡ് ചെയ്തു കോളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ മെട്രിക്സിനോടും സ്പേസർ ആമിനോടും അതുപോലെ തന്നെ ഇമ്മൊബിലൈസ്ഡ് ലിഗാൻഡിനോടും എൻസൈം ബൈൻഡ് ചെയ്യുന്നു. ദെൻ ബൗണ്ട് ആയിട്ടുള്ള എൻസൈം ആണത്. ഇനി അതിനുശേഷം നമ്മൾ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള എല്യൂഷൻ, അതായത് pH അല്ലെങ്കിൽ അയണിക് കോൺസെൻട്രേഷനിൽ വരുന്ന ചേഞ്ചിൽ എൻസൈം എന്ത് ചെയ്തു, ഈ നമ്മൾ പറഞ്ഞ ലിഗൻഡിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ അഫിനിറ്റി ഇല്യൂഷൻ വിത്ത് ഏതൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഹിബിറ്റർ ആണ് ഈ ഒരു ഷേപ്പ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്ററിന് യൂസ് ചെയ്യുന്ന സമയത്ത് കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ എന്ത് ചെയ്യുന്നു, മോളിക്യൂൾ ഓഫ് ഇൻട്രസ്റ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് പ്യൂരിഫൈഡ് എൻസൈം കിട്ടുന്നു. അതുപോലെ ഇവിടെ നമ്മൾ pH അയണിക് സ്ട്രെങ്ത് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള എൻസൈമിനെ നമുക്ക് കിട്ടുന്നു. സെയിം തന്നെയാണ്, 3 പിക്ചറും ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന പിക്ചർ ഏതാണ് അത് നമ്മൾ മാക്സിമം നിങ്ങൾ എക്സാമിനൊക്കെ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ബിഫോർ ഇനീഷ്യേറ്റിംഗ് ദ സ്പെസിഫിക് ലബോറട്ടറി പ്രൊസീജിയേഴ്സ് ഫോർ അഫിനിറ്റി ക്രോമറ്റോഗ്രഫി സം ഫോർ പ്ലാനിങ് റിക്വയർഡ് ആണ്. ഓക്കെ, അതായത് ടൈപ്പ് ഓഫ് മെട്രിക്സ് നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, സെലക്ഷൻ ഓഫ് ലിഗൻഡ്, ദ കണ്ടീഷൻ എക്സ്പ്ലോയിറ്റഡ് ടു ബൈൻഡ് ആൻഡ് ഡിസോസിയേറ്റ്, അതായത് എല്യൂട്ട് ചെയ്യാൻ മാക്രോമോളിക്യൂൾ ഫ്രം ദ കോളം. നമ്മളൊരു ലബോറട്ടറി പ്രൊസീജിയർ ആയിട്ട് അഫിനിറ്റി ക്രോമറ്റോഗ്രഫി ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ഏത് മെട്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്, ലിഗൻഡ് ഏത് യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞപ്പോൾ അവിടെ മാക്രോമോളിക്യൂൾ, അതായത് നമുക്ക് മോളിക്യൂൾ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണോ ലിഗൻഡുമായിട്ട് ബൈൻഡ് ചെയ്ത് വരുന്നുണ്ടല്ലോ അത്. അപ്പോൾ അതിനെ ബൈൻഡ് ചെയ്യിക്കുന്ന
ചെയ്യുന്നതാണെങ്കിലും പിന്നെ അതിനുശേഷം നമ്മൾ അതിനെ ഡിസോസിയേറ്റ് ചെയ്യണം. ആ കണ്ടീഷൻസ് ഒക്കെ ഏതൊക്കെയാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. ഓക്കെ, ആദ്യം സപ്പോർട്ടിംഗ് മെട്രിക്സ്. ഈ മെട്രിക്സ് എന്ന് പറയുന്നത് ഷുഡ് ബി ഇനേർട്ട് ടു അതർ മോളിക്യൂൾ ടു മിനിമൈസ് നോൺ സ്പെസിഫിക് അഡ്സോർപ്ഷൻ. മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ഇനേർട്ട് ആയിരിക്കണം. ഇറ്റ് ഷുഡ് പൊസസ് ഗുഡ് ഫ്ലോ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി കെമിക്കലി മെക്കാനിക്കലി സ്റ്റേബിൾ അറ്റ് വേരിയിങ് pH, അയണിക് സ്ട്രെങ്ത് ആൻഡ് ഇനാച്ചുറേറ്റിംഗ് കണ്ടീഷൻ എംപ്ലോയിഡ് ഫോർ ബൈൻഡിങ് ആൻഡ് എല്യൂഷൻ. നമുക്കറിയാം ബൈൻഡ് ചെയ്യുന്നതിനാണെങ്കിലും ശരി, പിന്നെ അതിനുശേഷം ഈ മാക്രോമോളിക്യൂളിനെ എല്യൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇവിടെ നമ്മൾ pH, അയണിക് സ്ട്രെങ്ത് ഒക്കെ വേരി ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ മെട്രിക്സ് എന്ന് പറയുന്നത് കെമിക്കലി മെക്കാനിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ it should contain large number of suitable chemical groups for ligand attachment. നമ്മൾ പറഞ്ഞു കോളത്തിലുള്ള സപ്പോർട്ടിംഗ് മെട്രിക്സിൽ വന്നിട്ടാണ് ലിഗൻഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ആ ലിഗൻഡിന് വന്ന് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള കെമിക്കൽ ഗ്രൂപ്പ്സ് സപ്പോർട്ടിംഗ് മെട്രിക്സിൽ ഉണ്ടായിരിക്കണം. സപ്പോർട്ടിംഗ് മെട്രിക്സിൽ എന്തുണ്ടാവണം? സ്യൂട്ടബിൾ ആയിട്ടുള്ള കെമിക്കൽ ഗ്രൂപ്പ്സ് വേണം ഫോർ ലിഗൻഡ് അറ്റാച്ച്മെന്റ്. അതുപോലെ ഷുഡ് പ്രിഫറബിളി ഹൈലി പോറസ് ആയിരിക്കണം. നല്ല പൊറോസിറ്റി കാണിക്കണം. ഹൈ പൊറോസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ലാർജ് സർഫസ് ഏരിയ ഫോർ ദി അറ്റാച്ച്മെന്റ് ഓഫ് ലിഗൻഡ് and allow the better interaction of desired macromolecule with ligand എന്ന് പറഞ്ഞു. അതായത് ലിഗൻഡിന് വന്ന് അറ്റാച്ച് ചെയ്യാൻ പരുവത്തിൽ നല്ല പൊറോസിറ്റി കാണിക്കണം. അപ്പോൾ ഹൈലി സർഫസ് ഏരിയ ഉണ്ടായിരിക്കും ഫോർ ദി അറ്റാച്ച്മെന്റ് ഓഫ് ലിഗൻഡും. അങ്ങനെ ലിഗൻഡിന് എന്ത് ചെയ്യാൻ പറ്റും? ഡിസൈഡ് ആയിട്ടുള്ള മാക്രോമോളിക്യൂളുമായിട്ട് നല്ല രീതിയിൽ ബെറ്റർ ഇന്ററാക്ഷൻ കൊണ്ടുവരാൻ സാധിക്കും. മോസ്റ്റ് കോമൺലി മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സപ്പോർട്ടിംഗ് മെട്രിക്സ് ആണ് ഇഗാരോസ് ആൻഡ് അതുപോലെ തന്നെ പോളിഅക്രിലമൈഡ് ആൻഡ് കൺട്രോൾഡ് പൊറോസിറ്റി ഗ്ലാസ് ബീഡ്സ്. ഓക്കെ, ഇത്രയാണ് സപ്പോർട്ടിംഗ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ലിഗൻഡ് സെലക്ഷൻ എങ്ങനെ നോക്കാം. ദി സെലക്ടഡ് ലിഗൻഡ് ഷുഡ് മീറ്റ് ടു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിക്വയർമെന്റ്സ് ആണ് അവിടെ ഉള്ളത്. ലിഗൻഡ് എന്ന് പറയുന്നത് സ്ട്രോങ്ലി എന്ത് ചെയ്യണം? നമ്മുടെ മാക്രോമോളിക്യൂളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. ഈ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് നോട്ട് ബി ടു സ്ട്രോങ്, പക്ഷെ ഭയങ്കര സ്ട്രോങ് ആവരുത്. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള അഫിനിറ്റി റിക്വയർ ചെയ്യുന്നത് ഡ്രാസ്റ്റിക് ട്രീറ്റ്മെന്റ് ആണ് ടു ഡിസോസിയേറ്റ് ദി കോംപ്ലക്സ് ഡ്യൂറിങ് എല്യൂഷൻ വിച്ച് മൈറ്റ് ഡാമേജ് ദി ഡിസൈർഡ് മാക്രോമോളിക്യൂൾ. അതായത് ലിഗൻഡും മാക്രോമോളിക്യൂളും തമ്മിലാണ് ഇന്ററാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ലിഗൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആയിരിക്കണം മാക്രോമോളിക്യൂൾ തമ്മിൽ. കാരണം അൺവാണ്ടഡ് മോളിക്യൂളിനൊക്കെ വാഷ് ചെയ്ത് കളയുന്ന സമയത്ത് ലിഗൻഡുമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈർഡ് മോളിക്യൂൾ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ബൈൻഡ് ചെയ്തിട്ടിരിക്കണം. പക്ഷെ അത് ഭയങ്കര സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് റിവേഴ്സ് ആയിട്ടുള്ള ഒരു ബൈൻഡിങ് അല്ലേ, നമ്മൾ പിന്നെ ഇതിനെ ഡിസോസിയേറ്റ് ചെയ്യണമല്ലോ. ആ ഡിസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണെങ്കിൽ നമ്മുടെ മോളിക്യൂൾ ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ആ മാക്രോ മോളിക്യൂളിന് ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയുന്നത്. The ligand to be bound should possess functional groups that can be modified to form covalent linkage with supporting matrix. അതായത് സപ്പോർട്ടിംഗ് മെട്രിക്സിൽ എന്തുണ്ട്? കെമിക്കൽ ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ. അതുപോലെ ലിഗൻഡിൽ എന്തുണ്ടായിരിക്കണം? ഫങ്ഷണൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സ്. നമ്മൾ പറഞ്ഞു കെമിക്കൽ ഗ്രൂപ്പ്സ് എന്തിലുണ്ട്? സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മെട്രിക്സിലുണ്ട്. അതുപോലെ ലിഗൻഡിൽ എന്തുണ്ട്? ഫങ്ഷണൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ട്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ നമ്മുടെ സപ്പോർട്ടിംഗ് മെട്രിക്സുമായിട്ട് കോവേലന്റ് ലിങ്കേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതായത് സപ്പോർട്ടിംഗ് മെട്രിക്സിലാണ് ലിഗൻഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അവിടെ ഉണ്ടാകുന്ന ലിങ്കേജ് എന്ന് പറയുന്നത് കോവേലന്റ് ലിങ്കേജ് ആണെന്ന് പറയാം. ഓക്കെ, ദെൻ ലിഗൻഡ് അറ്റാച്ച്മെന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ കോവേലന്റ് കപ്ലിംഗ് ഓഫ് ദ ലിഗൻഡ് ടു സപ്പോർട്ടിംഗ് മെട്രിക്സ് ഇൻവോൾവ് ചെയ്യുന്നത് 2 സ്റ്റെപ്സ് ആണ്. ഒന്ന്, ആദ്യം മെട്രിക്സിൽ എന്തുണ്ട്? നമ്മൾ പറഞ്ഞു കെമിക്കൽ ഗ്രൂപ്പ്സ് അഥവാ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അതിന്റെ ആക്ടിവേഷൻ നടക്കും. അതിനുശേഷം കോവേലന്റ് അറ്റാച്ച്മെന്റ് ഓഫ് ദ ലിഗൻഡ് ടു ദീസ് ആക്ടിവേറ്റഡ് ഗ്രൂപ്പ്സ്, അതായത് മെട്രിക്സിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആക്ടിവേറ്റഡ് ആയി ഈ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സുമായിട്ട് ഈ ലിഗൻഡിന്റെ കോവേലന്റ് ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ് അവിടെ നടക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഈ ഒരു പിക്ചറിൽ കണ്ടോ? ഈ ഒരു പിക്ചറിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലായില്ലേ? ഇത് മെട്രിക്സ്.
ഇത് നമ്മുടെ ഇമ്മൊബിലൈസ്ഡ് ലിഗൻഡ്, ഇതിൻ്റെ ഇടയിൽ കാണുന്നതാണ് സ്പേസർ ആം എന്ന് പറയുന്നത്. അപ്പം മെട്രിക്സിൽ എന്താണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഇമ്മൊബിലൈസ്ഡ് ലിഗൻഡ് എന്ത് ചെയ്യുന്നു, ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുമായിട്ട് കോവലന്റ് ലിങ്കേജ് ആണ് നടത്തുന്നത്. അതിനിടയിൽ ഒരു സ്പേസർ ആം ഉണ്ട്. ഓക്കെ, ആ സ്പേസർ ആം ആണ് ഇത്, ദ ആം. If a ligand is directly attached to the activator group of the support, the macromolecule might not become adsorbed to the matrix. Okay, matrixിലോട്ട് അഡ്സോർബ് ചെയ്യില്ല macromolecule എന്നുള്ള ഒരു കേസ് കൊണ്ട് ലിഗൻഡ് ഡയറക്ട്ലി എന്ത് ചെയ്യുന്നില്ല, ഈ മെട്രിക്സുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ടു obviate this difficulty, it's usual to introduce a spacer between the activator group of the support and ligand. ലിഗൻഡിനും സപ്പോർട്ട് നമ്മുടെ മെട്രിക്സിൻ്റെയും ഇടയിലായിട്ടൊരു സ്പേസർ ആമിനെ യൂഷ്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്പേസറിനെ വിളിക്കുന്ന പേരാണ് ആം എന്ന് വിളിക്കുന്നത്. സ്പേസറിനെ വിളിക്കുന്ന പേരാണ് ആം. അതിന് നമ്മൾ പറയുന്ന എക്സാമ്പിൾസ് ആണ് ഹെക്സാമെത്തിലിൻ ഡൈ അമീൻ, 1,6 ഡൈ അമിനോ ഹെക്സൈൻ, 6 അമിനോ ഹെക്സനോയിക് ആസിഡ്. ഓക്കെ, അതായത് മെട്രിക്സിൻ്റെയും അതുപോലെ തന്നെ ലിഗൻഡിൻ്റെയും ഇടയിലുള്ള ഒരു സ്പേസർ, അതാണ് സ്പേസർ ആം. ഈ സ്പേസർ ആം മസ്റ്റ് പൊസസ് 2 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കണം. നമുക്ക് ഊഹിക്കാം 2 ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ഒന്ന് എന്തിനായിരിക്കും, മെട്രിക്സിനോട് ബൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മെട്രിക്സിലെ ഫങ്ഷൻ ഗ്രൂപ്പുമായിട്ട് ബൈൻഡ് ചെയ്യാനും, ആൻഡ് അതർ ടു വിച്ച് ദ ലിഗൻഡ് കുഡ് ബി അറ്റാച്ച്ഡ് ഈസിലി, മറ്റേത് ലിഗൻഡിന് വന്ന് ബൈൻഡ് ചെയ്യാനും. സിമ്പിൾ അല്ലേ? ഇനി ക്രോമറ്റോഗ്രഫി പ്രൊസീജിയർ നോക്കാം. ആദ്യം ജെൽ ബീഡ്സ് സോലൻ ചെയ്യുന്നു വാട്ടറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീക്ക് ആയിട്ടുള്ള സോൾട്ട് സൊല്യൂഷൻ. The buffer chosen must be supplemented with any cofactors metal ion required for ligand macromolecule interaction. സാമ്പിളിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നു ടോപ്പ് ഓഫ് ദി കോളം ആൻഡ് ദ ബഫർ ഫ്ലോ സ്റ്റാർട്ടഡ്. വൺസ് മാക്രോമോളിക്യൂൾ എന്ത് ചെയ്യുന്നു, ബൈൻഡ് ചെയ്യുന്നു. ദ കോളം ഈസ് എലൂട്ടഡ് വിത്ത് മോർ ബഫർ ടു റിമൂവ് നോൺ സ്പെസിഫിക്കലി ബൗണ്ട് അൺവാണ്ടഡ് മോളിക്യൂൾ. നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള മോളിക്യൂൾ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ മാക്രോമോളിക്യൂൾ ഏതാണോ അത് വന്ന് ബൈൻഡ് ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള മോളിക്യൂൾസിനൊക്കെ വാഷ് ഔട്ട് ചെയ്യുന്നു. ഈ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബൗണ്ട് കോമ്പോണന്റിനെ പിന്നീട് എല്യൂട്ട് ചെയ്യുന്നത് സ്പെസിഫിക് അല്ലെങ്കിൽ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള എല്യൂഷൻ വഴിയാണ്. അതായത് മാക്രോമോളിക്യൂൾ ലിഗൻഡിനെ ആ ഒരു ബൈൻഡ് ചെയ്തിരിക്കുന്നില്ലേ, മാക്രോമോളിക്യൂളും ലിഗൻഡും അതിനെ തമ്മിൽ ഡിസോസിയേറ്റ് ചെയ്യാനും അതിന്ന് മാക്രോമോളിക്യൂളിന് കിട്ടാൻ വേണ്ടി സ്പെസിഫിക് അല്ലെങ്കിൽ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള എല്യൂഷൻ ആണ് അവിടെ ചെയ്യുന്നത്. നോൺ സ്പെസിഫിക് ആയിട്ടുള്ള എല്യൂഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് ബൈ ചേഞ്ചിങ് ഐദർ ദ പി എച്ച് ഓർ ദി അയണിക് സ്ട്രെങ്ത് ഓഫ് ദി ബഫർ. പി എച്ച് അല്ലെങ്കിൽ അയണിക് സ്ട്രെങ്ത്തിന്റെ വേരി ചെയ്തിട്ട് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള എല്യൂഷൻ കണ്ടക്ട് ചെയ്യുന്നു. ചേഞ്ച് ഇൻ എനി ഓഫ് ദീസ് പാരാമീറ്റേഴ്സ് കോസസ് ദ ഡീസ്റ്റെബിലൈസേഷൻ ഓഫ് ലിഗൻഡ് മാക്രോമോളിക്യൂൾ ഇന്ററാക്ഷൻ ആൻഡ് കോസസ് മാക്രോമോളിക്യൂൾ ടു സെപ്പറേറ്റ് ആൻഡ് എലൂട്ട് ഔട്ട് ഓഫ് ദി കോളം. ഒന്നുകിൽ പി എച്ചോ അല്ലെങ്കിൽ അയണിക് സ്ട്രെങ്തോ ഏതെങ്കിലും ഒന്നിലൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ലിഗൻഡ് മാക്രോമോളിക്യൂൾ ഒരു കോംപ്ലക്സ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡിസോസിയേഷൻ ഡീസ്റ്റെബിലൈസേഷൻ നടന്നിട്ട് ലിഗൻഡും മാക്രോമോളിക്യൂളും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അത് നോൺ സ്പെസിഫിക് എല്യൂഷൻ ആണ് പറഞ്ഞത്. ഇനി സ്പെസിഫിക് എല്യൂഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് അഡീഷൻ ഓഫ് ദി കോമ്പൗണ്ട് ഫോർ വിച്ച് ദ മാക്രോമോളിക്യൂൾ ഹാസ് മോർ അഫിനിറ്റി അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ദ കോമ്പൗണ്ട് ഫോർ വിച്ച് ദ ലിഗൻഡ് ഹാസ് മോർ അഫിനിറ്റി. ഒന്നില്ലെങ്കിൽ മാക്രോമോളിക്യൂളിന് മോർ അഫിനിറ്റി ഉള്ള ഒരു കോമ്പൗണ്ടിനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മാക്രോമോളിക്യൂൾ അതുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലിഗൻഡിന് മോർ അഫിനിറ്റി ഉള്ള ഒരു കോമ്പൗണ്ടിനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ലിഗൻഡ് അതുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അപ്പോഴും ഡിസോസിയേറ്റ് ചെയ്ത് പോകുന്നു രണ്ടുപേരും. നമ്മൾ പറഞ്ഞില്ലേ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഹിബിറ്ററിനെ ആഡ് ചെയ്യുന്നു, അത് തന്നെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ സ്പെസിഫിക്കും പറഞ്ഞു, നോൺ സ്പെസിഫിക് ആയിട്ടുള്ള എല്യൂഷനും പറഞ്ഞു. ഇതാണ് ക്രോമറ്റോഗ്രഫി പ്രൊസീജിയറിൽ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻസ്. അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് ടു പ്യൂരിഫൈ ലാർജ് വെറൈറ്റി ഓഫ് മാക്രോമോളിക്യൂൾസ് സച്ച് ആസ് എൻസൈം, ഇമ്യൂണോഗ്ലോബുലിൻ, ദ മെംബ്രെയിൻ റിസപ്റ്റർ, ന്യൂക്ലിക് ആസിഡ് ആൻഡ് പോളിസാക്കറൈഡ്. പിന്നെ ഹോൾ സെൽ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട് യൂസിങ് ദിസ് ടെക്നിക്. സെൽ സെപ്പറേറ്റഡ് യൂസിങ് ദി അഫിനിറ്റി ഫ്രാക്ഷനേഷൻ വഴിയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന സെൽസ് ആണ് ഫാറ്റ് സെൽ, T and B lymphocyte, spleen cell, lymph node, oocyte and chick embryo neural cell. ഓക്കെ, ഇത്രയാണ് ഉള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം.
ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് തികച്ചും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ടാണ്. ദെൻ ഏതെങ്കിലും നോട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, ക്ലാസ് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാം. ഓക്കെ, ദെൻ താങ്ക് യു.